ഇന്ത്യൻ റെയിൽവേയുടെ ചരിത്രത്തിൽ പുതിയൊരു അധ്യായം കുറിച്ചുകൊണ്ട് വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ പാളത്തിലേക്ക് ഇറങ്ങുകയാണ്. ഒരു പുതിയ ട്രെയിൻ സർവീസ് എന്നതിനേക്കാൾ ഇന്ത്യൻ യാത്രാ സങ്കല്പങ്ങളെ ആധുനികവൽക്കരിക്കാനുള്ള റെയിൽവേയുടെ വലിയൊരു ചുവടുവയ്പ്പാണിത്. ഇതുവരെ നാം കണ്ടിട്ടുള്ള വന്ദേ ഭാരത് ട്രെയിനുകൾ പകൽ സമയങ്ങളിൽ നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഇരിപ്പിട സൗകര്യമുള്ള ട്രെയിനുകളായിരുന്നുവെങ്കിൽ പുതിയ സ്ലീപ്പർ പതിപ്പ് ദീർഘദൂര യാത്രകളെ കൂടുതൽ സുഖകരവും വേഗമേറിയതുമാക്കാൻ ലക്ഷ്യമിടുന്നു. ജനുവരിയിൽ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ സ്വപ്ന പദ്ധതിയുടെ ഫ്ളാഗ് ഓഫ് നിർവഹിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ആദ്യഘട്ടത്തിൽ ഹൗറയിൽ നിന്ന് കാമാഖ്യയിലേക്കാണ് ഈ അത്യാധുനിക ട്രെയിൻ കുതിച്ചു പായുക. ഇന്ത്യയിലെ ട്രെയിൻ യാത്രകളുടെ മുഖച്ഛായ മാറ്റാൻ പോകുന്ന ഈ വിപ്ലവകരമായ മാറ്റത്തിൻ്റെ എല്ലാ വശങ്ങളും നമുക്ക് വിശദമായി പരിശോധിക്കാം. യാത്രാ സൗകര്യങ്ങളിലെ ഈ വലിയ കുതിച്ചുചാട്ടം കേവലം വേഗതയിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല. ലോകോത്തര നിലവാരത്തിലുള്ള ഡിസൈനും സാങ്കേതിക വിദ്യയുമാണ് ഈ ട്രെയിനിൻ്റെ സവിശേഷത. മണിക്കൂറിൽ 180 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാൻ ശേഷിയുള്ള വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ ഇന്ത്യയുടെ സെമി ഹൈസ്പീഡ് യാത്രാ സ്വപ്നങ്ങൾക്ക് ചിറകു നൽകുന്നു. വിദേശ രാജ്യങ്ങളിലെ ബുള്ളറ്റ് ട്രെയിനുകളോട് കിടപിടിക്കുന്ന തരത്തിലുള്ള ഇൻറ്റീരിയറും സുരക്ഷാ ക്രമീകരണങ്ങളുമാണ് ഇതിൽ ഒരുക്കിയിരിക്കുന്നത്. ഹോട്ടലുകളെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള ഓൺബോർഡ് യാത്രാ സൗകര്യങ്ങൾ യാത്രക്കാർക്ക് ഒരു പുത്തൻ അനുഭവമായിരിക്കും. ശബ്ദമലിനീകരണവും കുലുക്കവും കുറഞ്ഞ യാത്ര ഉറപ്പാക്കുന്നതിനായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത കോച്ചുകളും സസ്പെൻഷൻ സംവിധാനങ്ങളുമാണ് ഈ ട്രെയിനുകളിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ദീർഘദൂര യാത്രക്കാരുടെ ക്ഷീണം കുറയ്ക്കാനും ലക്ഷ്യസ്ഥാനത്ത് ഊർജ്ജസ്വലതയോടെ എത്തിച്ചേരാനും സഹായിക്കും. വന്ദേ ഭാരത് സ്ലീപ്പറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നത് അതിൻ്റെ ടിക്കറ്റ് ബുക്കിംഗ് രീതികളാണ്. സാധാരണ ട്രെയിനുകളിൽ നാം കണ്ടുവരുന്ന വെയിറ്റിംഗ് ലിസ്റ്റ്, RAC തുടങ്ങിയ സമ്പ്രദായങ്ങൾ ഈ ട്രെയിനുകളിൽ ഉണ്ടായിരിക്കില്ല. ഇതുതന്നെയാണ് ഇതിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇതിൻ്റെ അർത്ഥം സീറ്റ് കൺഫേം ആയവർക്ക് മാത്രമേ ഈ ട്രെയിനിൽ യാത്ര ചെയ്യാൻ സാധിക്കൂ എന്നാണ്. പാതി കൺഫേം ആയ ടിക്കറ്റുകളോ അല്ലെങ്കിൽ അവസാന നിമിഷം ട്രെയിനിൽ കയറി എങ്ങനെയെങ്കിലും യാത്ര ചെയ്യാമെന്ന പ്രതീക്ഷയോ വന്ദേ ഭാരതിൽ നടപ്പില്ല. സുഗമവും ആഡംബരപൂർണവുമായ യാത്ര ഉറപ്പുവരുത്തുന്നതിൻ്റെ ഭാഗമായാണ് ഇത്തരം കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ബുക്കിംഗ് ആരംഭിക്കുന്ന ദിവസം തന്നെ എല്ലാ ബെർത്തുകളും ലഭ്യമാകും എന്നതിനാൽ യാത്ര മുൻകൂട്ടി പ്ലാൻ ചെയ്യുന്നവർക്ക് ഇത് വലിയ ആശ്വാസമാകും. യാത്രാ നിരക്കിൻ്റെ കാര്യത്തിലും വന്ദേ ഭാരത് സ്ലീപ്പർ ഒരു പ്രീമിയം വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്. മിനിമം ചാർജ് ദൂരം 400 കിലോമീറ്ററായി റെയിൽവേ നിശ്ചയിച്ചിട്ടുണ്ട്. ഇതിനർത്ഥം ഒരാൾ 100 കിലോമീറ്റർ ദൂരത്തേക്കാണ് യാത്ര ചെയ്യുന്നതെങ്കിലും അയാൾ 400 കിലോമീറ്ററിന് നിശ്ചയിച്ചിട്ടുള്ള മിനിമം ചാർജ് നൽകേണ്ടി വരും. തേർഡ് AC-ക്ക് 960 രൂപയും സെക്കൻഡ് AC-ക്ക് 1240 രൂപയും ഫസ്റ്റ് AC-ക്ക് 1520 രൂപയുമാണ് അടിസ്ഥാന നിരക്ക്. ഇതിനു പുറമെ GST കൂടി ചേർക്കുമ്പോൾ ടിക്കറ്റ് നിരക്ക് ഇനിയും വർദ്ധിക്കും. 400 കിലോമീറ്ററിന് ശേഷമുള്ള ഓരോ കിലോമീറ്ററിനും ക്ലാസ് അനുസരിച്ച് 2.4 രൂപ മുതൽ 3.8 രൂപ വരെ അധികമായി നൽകണം. ഉദാഹരണത്തിന് ഏകദേശം 1000 കിലോമീറ്റർ ദൂരമുള്ള ഹൗറ ഗുവാഹത്തി റൂട്ടിൽ ഫസ്റ്റ് AC-യിൽ യാത്ര ചെയ്യാൻ 3800 രൂപയോളം ചിലവ് വരും. ഇത് സാധാരണ എക്സ്പ്രസ് ട്രെയിനുകളിലെ നിരക്കിനേക്കാൾ കൂടുതലാണെങ്കിലും യാത്രയുടെ വേഗതയും സൗകര്യങ്ങളും കണക്കിലെടുക്കുമ്പോൾ അത് ന്യായമാണെന്ന് മനസ്സിലാക്കാം. സാധാരണമാണെന്നാണ് റെയിൽവേ അധികൃതരുടെ വാദം. ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും ഈ ട്രെയിനുകൾ പ്രത്യേകത പുലർത്തുന്നു. ടിക്കറ്റ് നിരക്കിനൊപ്പം തന്നെ മികച്ച നിലവാരത്തിലുള്ള ഭക്ഷണവും യാത്രക്കാർക്ക് ലഭ്യമാകും. ഫസ്റ്റ് ക്ലാസ് യാത്രക്കാർക്ക് പ്രത്യേക മെനുവും മെച്ചപ്പെട്ട സേവനങ്ങളും ലഭിക്കുമ്പോൾ തേർഡ് AC-യിലുള്ളവർക്കും ഗുണനിലവാരമുള്ള ആഹാരം റെയിൽവേ ഉറപ്പു നൽകുന്നുണ്ട്. കേവലം വയർ നിറയ്ക്കുക എന്നതിലുപരി ഒരു മികച്ച ഡൈനിങ് അനുഭവം ട്രെയിനിനുള്ളിൽ ഒരുക്കാനാണ് റെയിൽവേയുടെ ശ്രമം. ഡിജിറ്റൽ സംവിധാനങ്ങളിലൂടെയുള്ള പണമിടപാടുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ടിക്കറ്റ് റീഫണ്ടുകൾ പൂർണ്ണമായും ഡിജിറ്റൽ വഴിയായിരിക്കും നടക്കുക. ട്രെയിൻ ടിക്കറ്റുകളിൽ സാധാരണയായി നൽകി വരാറുള്ള യാതൊരുവിധ കൺസെഷനുകളും വന്ദേ ഭാരത് സ്ലീപ്പറിൽ ഉണ്ടായിരിക്കില്ല. മുതിർന്ന പൗരന്മാർക്കോ മറ്റ് പ്രത്യേക വിഭാഗക്കാർക്കോ നിരക്കിളവ് ലഭിക്കില്ലെങ്കിലും അവർക്കായി ലോവർ ബെർത്തുകൾ അലോട്ട് ചെയ്യാൻ മുൻഗണന നൽകാമെന്നതാണ് ആശ്വാസകരമായ ഒരു കാര്യം. സ്ത്രീകളുടെയും മുതിർന്ന പൗരന്മാരുടെയും അംഗപരിമിതരുടെയും സുരക്ഷയ്ക്കും സൗകര്യത്തിനും വലിയ പ്രാധാന്യമാണ് പുതിയ സർക്കുലറിൽ നൽകിയിരിക്കുന്നത്. ഇവർക്കായി പ്രത്യേക കോട്ടകൾ അനുവദിച്ചിട്ടുണ്ട്. കൂടാതെ ഡ്യൂട്ടി പാസ് ഹോൾഡർമാർക്കും ഇതിൽ യാത്ര ചെയ്യാൻ സാധിക്കും. സുരക്ഷാ ക്രമീകരണങ്ങളുടെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ് റെയിൽവേ സ്വീകരിച്ചിരിക്കുന്നത്. എല്ലാ കോച്ചുകളിലും CCTV ക്യാമറകൾ, ഫയർ ഡിറ്റക്ഷൻ സംവിധാനങ്ങൾ, ഓട്ടോമാറ്റിക് ഡോറുകൾ എന്നിവ സജ്ജീകരിച്ചിട്ടുണ്ട്. അടിയന്തര സാഹചര്യങ്ങളിൽ യാത്രക്കാർക്ക് ലോക്കോ പൈലറ്റുമായി സംസാരിക്കാൻ ടോക്ക് ബാക്ക് സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകളുടെ വരവ് ഇന്ത്യൻ വിമാനയാത്രാ വിപണിക്ക് പോലും ഒരു വെല്ലുവിളിയാകാൻ സാധ്യതയുണ്ട്. വിമാനത്താവളത്തിലെ സുരക്ഷാ പരിശോധനകളും ദീർഘനേരത്തെ കാത്തിരിപ്പും ഒഴിവാക്കി നഗരഹൃദയത്തിൽ നിന്ന് തന്നെ വേഗത്തിൽ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ സാധിക്കുമെന്നത് ബിസിനസ് യാത്രക്കാരെയും ടൂറിസ്റ്റുകളെയും വന്ദേ ഭാരതിലേക്ക് ആകർഷിക്കും.
കൂടാതെ വിമാന ടിക്കറ്റ് നിരക്കുകൾ പലപ്പോഴും മാറിക്കൊണ്ടിരിക്കുമ്പോൾ സ്ഥിരതയുള്ള നിരക്കും ട്രെയിനിലെ വിശാലമായ സ്ഥല സൗകര്യവും യാത്രക്കാർക്ക് ഗുണകരമാകും. പ്രത്യേകിച്ച് രാത്രി യാത്രക്കാർക്ക് ഈ സ്ലീപ്പർ ട്രെയിനുകൾ തിരഞ്ഞെടുക്കുന്നത് വഴി പിറ്റേ ദിവസം രാവിലെ തന്നെ കർമ്മപഥത്തിൽ എത്താൻ ആളുകൾക്ക് സാധിക്കും. എങ്കിലും സാധാരണക്കാർക്ക് ഈ നിരക്ക് അല്പം വലിയ ഭാരമാണെന്ന വാദവും ഉയരുന്നുണ്ട്. റെയിൽവേ സാധാരണക്കാരുടെ യാത്രാ ഉപാധിയാണെന്നിരിക്കെ ഇത്തരം പ്രീമിയം ട്രെയിനുകൾ വരേണ്യവർഗത്തിന് മാത്രമായി മാറുന്നുണ്ടോ എന്ന ആശങ്ക ചിലർ പങ്കുവയ്ക്കുന്നുണ്ട്. എന്നാൽ സാങ്കേതികമായി പിന്നിൽ നിൽക്കുന്ന പഴയ കോച്ചുകൾക്ക് പകരം ആധുനികമായ സംവിധാനങ്ങൾ കൊണ്ടുവരുന്നത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണെന്ന് റെയിൽവേ ഇതിനെ ന്യായീകരിക്കുന്നു. ഭാവിയിൽ കൂടുതൽ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതോടെ നിരക്കുകളിൽ മാറ്റം വരാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി പൂർണ്ണമായും ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ച ഈ ട്രെയിനുകൾ വിദേശ വിപണിയിലേക്കും കയറ്റുമതി ചെയ്യാനുള്ള പദ്ധതികൾ കേന്ദ്ര സർക്കാരിനുണ്ട്. ചുരുക്കത്തിൽ വന്ദേ ഭാരത് സ്ലീപ്പർ ഒരു പുതിയ കാലഘട്ടത്തിൻ്റെ തുടക്കമാണ്. കിലോമീറ്ററുകൾ താണ്ടാൻ മണിക്കൂറുകൾ കാത്തു നിന്നിരുന്ന ഒരു കാലത്തു നിന്നും മിനിറ്റുകൾ കൊണ്ട് ദൂരങ്ങൾ കീഴടക്കുന്ന ഒരു ആധുനിക ഇന്ത്യയിലേക്കുള്ള മാറ്റമാണിത്. റെയിൽവേയുടെ ഈ പരീക്ഷണം വിജയിക്കുന്നതോടെ രാജ്യത്തെ പ്രധാന നഗരങ്ങളെല്ലാം അതിവേഗത്തിൽ ബന്ധിക്കപ്പെടും. ജനുവരിയിലെ ഉദ്ഘാടനത്തോടെ ഹൗറ കാമാഖ്യ റൂട്ടിൽ ചരിത്രം പിറക്കുമ്പോൾ അത് ഇന്ത്യയുടെ ഗതാഗത ഭൂപടത്തിൽ ഒരു വിപ്ലവകരമായ മാറ്റത്തിൻ്റെ അടയാളമായി മാറും. വരാനിരിക്കുന്ന ദിവസങ്ങളിൽ കൂടുതൽ നഗരങ്ങളിലേക്ക് ഈ സേവനം വ്യാപിക്കുന്നതോടെ സുരക്ഷിതവും സുഖകരവും വേഗമേറിയതുമായ ഒരു റെയിൽവേ സംസ്കാരം നമുക്ക് പ്രതീക്ഷിക്കാം. ഈ മാറ്റം ഉൾക്കൊള്ളാൻ ഇന്ത്യയിലെ സാധാരണ യാത്രക്കാർ എത്രത്തോളം തയ്യാറാകുമെന്നത് മാത്രമാണ് ഇനി കണ്ടറിയേണ്ടത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.